CPI 25ാം പാർട്ടി കോൺഗ്രസിന് നാളെ തുടക്കമാകും. ഡി രാജ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന സൂചനകൾക്കിടയിലാണ് 5 ദിവസത്തെ യോഗം. മൊഹാലി ജഗത്പുര ബൈപ്പാസ് റോഡിലെ പഞ്ചാബ് മണ്ഡി ബോർഡ് മൈതാനത്ത് നടക്കുന്ന പ്രകടനത്തോടെയാകും പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിക്കുക. സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ തിങ്കളാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തിൽ CPIM, CPIML, ഫോർവേഡ് ബ്ലോക്ക്, RSP എന്നീ ഇടതുപക്ഷ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പങ്കെടുക്കും. പലസ്തീൻ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ അംബാസിഡർമാർ കോൺഫറൻസിൽ പങ്കെടുക്കും. തുടർന്ന് പ്രതിനിധി സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കും. പ്രവർത്തന റിപ്പോർട്ട് ഉൾപ്പെടെ പാർട്ടി രേഖകളുള്ള ചർച്ചകൾ ഇതോടെ ആരംഭിക്കും. കേരളത്തിൽ നിന്നുള്ള 120ഓളം പ്രതിനിധികളടക്കം 800-ലധികം പ്രതിനിധികളാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുക. കോൺഗ്രസിൽ 20% സീനിയർ നേതാക്കൾ പാർട്ടി പദവികളിൽ നിന്ന് പുറത്തു പോകുമെന്ന് സന്തോഷ് കുമാർ MP പറഞ്ഞു. 20% പുറത്തു പോവുകയല്ല, ഫലത്തിൽ 20% പുതിയത് വരികയാണ് ചെയ്യുക. അതാണ് നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു ഊന്നൽ എന്ന് പറയുന്നത്. 20% പുതുതായിട്ട് വരണം. അതങ്ങനെ വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഞാൻ എന്തോന്നറിയില്ല, കഴിഞ്ഞ എത്രയോ പാർട്ടി കോൺഗ്രസ്സുകളായി ഈ ഏജ് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ വരുന്നതിന് മുമ്പ് CPIക്കകത്ത് ആരംഭിച്ചതും ഭംഗിയായി തുടർച്ചയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനകത്ത് യാതൊരു പുതുമയുമില്ല. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും റിപ്പോർട്ടുകളിലും പ്രമേയങ്ങളിലുമുള്ള ചർച്ചകളാണ് പ്രധാനമായി നടക്കുക. 24-ന് പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനാകാര്യം ഉൾപ്പെടെ 4 കമ്മീഷനുകളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടക്കും. സമാപന ദിവസമായ വ്യാഴാഴ്ചയാണ് ദേശീയ കൗൺസിൽ, ദേശീയ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ സമിതികളിലേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ന്യൂസ് മലയാളം, ഡൽഹി.